പ്രിയമുള്ളവരെ, നമ്മളിന്ന് സ്റ്റാൻഡേർഡ് 9 മാത്സ് ചാപ്റ്ററിലെ ഒന്നാമത്തെ പാർട്ടാണ് നമുക്ക് നോക്കാം. ആദ്യം 31ൻ്റെ 61 അതിന് നമ്മൾ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമെന്നാണ് നമ്മൾ പറയുന്നത്. ആദ്യം 31നെ 30+1 സ്പ്ലിറ്റ് ചെയ്ത് എഴുതുക. 61നെ 60+1 സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുക, ഈ 30 കൊണ്ട് ആദ്യം 60നെ ഗുണിച്ച് 30×60 എന്ന് എഴുതുക, പ്ലസ് ഇടുക. ഈ 30 കൊണ്ട് 1നെ ഗുണിച്ച് 30×1 എന്ന് എഴുതുക, പ്ലസ് ഇടുക. പിന്നെ 1 കൊണ്ട് 60നെ ഗുണിച്ച് 1×60 എന്ന് എഴുതുക, പ്ലസ് ഇടുക. 1 കൊണ്ട് 1നെ ഗുണിച്ച് 1×1 എന്ന് എഴുതുക. ഒന്നുകൂടെ പറയാം. ആദ്യം 30 കൊണ്ട് 60നെ ഗുണിക്കുക, പ്ലസ് ഇടുക. 30 കൊണ്ട് 1നെ ഗുണിക്കുക, പ്ലസ് ഇടുക. 1 കൊണ്ട് 60നെ ഗുണിക്കുക, പ്ലസ് ഇടുക. 1 കൊണ്ട് 1നെ ഗുണിക്കുക. എന്നിട്ട് 30നെ 60 കൊണ്ട് ഗുണിക്കാനായിട്ട് എളുപ്പമാർഗ്ഗം, ഈ 3നെ 6 കൊണ്ട് ഗുണിക്കുക. 3 6 18. പിന്നെ 2 0 കൂടെ ഇടുമ്പോൾ 1800 ആയി. 30നെ 1 കൊണ്ട് ഗുണിച്ചാൽ 30, 1നെ 60 കൊണ്ട് ഗുണിച്ചാൽ 60, 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1. കൂട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടണം. നമുക്കൊന്ന് കൂട്ടി നോക്കാം. 1800 + 30 + 60 + 1 കൂട്ടുമ്പോൾ 1 കാണുന്നുണ്ടോ? 9 8 1 1891 ആണ് നമ്മുടെ ആൻസർ. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇട്ട് പോവാം. 51×41 നമ്മൾ നേരത്തെ ചെയ്ത പോലെ 51നെ നമ്മൾ എങ്ങനെ എഴുതും? 50+1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. 41നെ 40+1 എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ 50+1 × 40+1 എന്നാണ് ഇത് വായിക്കുന്നത്. ഇനി 50 കൊണ്ട് ഈ 40നെ ഗുണിക്കുക. 50 × 40 പ്ലസ് ഇടുക. ഈ 50 കൊണ്ട് ഈ 1നെ ഗുണിക്കുക. 50 × 1 എന്ന് എഴുതുക, പ്ലസ് ഇടുക. ഈ 1 കൊണ്ട് ഈ 40നെ ഗുണിക്കുക. 1 × 40 എന്ന് എഴുതുക, പ്ലസ് ഇടുക. ഈ 1 കൊണ്ട് 1നെ ഗുണിക്കുക, 1 എഴുതുക. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടെ പറയാം. 50 കൊണ്ട് 40നെ ഗുണിക്കുക, 50×40 പ്ലസ് 50 കൊണ്ട് 1നെ ഗുണിക്കുക, 50×1 പ്ലസ് 1 കൊണ്ട് 40നെ ഗുണിക്കുക, 1×40 പ്ലസ് 1 കൊണ്ട് 1നെ ഗുണിക്കുക. 50×40 കണ്ണാട്ടി 5നെ 4 കൊണ്ട് ഗുണിക്കുക. 5 4 20. ഈ ഒരു 0 ഈ ഒരു 0 2 0 ചേർക്കുക, പ്ലസ് ഇടുക. 50നെ 1 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 50 കിട്ടും. 1നെ 40 കൊണ്ട് ഗുണിച്ചാൽ 40 കിട്ടും. 1നെ 1 കൊണ്ട് ഗുണിച്ചാൽ 1 കിട്ടും. കൂട്ടിക്കഴിയുമ്പോൾ എത്ര കിട്ടും? 2000 2050 2090 2091 ആൻസർ കിട്ടും. ഇതാണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 22 + 72. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? നേരത്തെ പറഞ്ഞ 20 + 2 × 70 + 2. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ 20നെ 77 ആണ് കേട്ടോ. 20നെ 70 കൊണ്ട് ഗുണിക്കുക, ഈസ് ഈക്വൽ ടു 20 × 70 പ്ലസ് 20നെ 2 കൊണ്ട് ഗുണിക്കുക, 20 × 2 പ്ലസ് പിന്നെ 2 കൊണ്ട് 70നെ ഗുണിക്കുക, 2 × 70 പ്ലസ് 2 കൊണ്ട് 2നെ ഗുണിക്കുക, 2 × 2. ഇതിനെ ഗുണിക്കാനായിട്ട് 2നെ 7 കൊണ്ട് ഗുണിക്കുക. 2 7 14. ഈ 2 0 ചേർക്കുക, 1400 പ്ലസ് 20 × 2 40 പ്ലസ് 2 × 7 14. ഈ ഒരു 0 ചേർക്കുക, 140 പ്ലസ് 2 × 2 4. അല്ല, എല്ലാം കൂടെ കൂട്ടുക. 1000 ഇവിടെ എഴുതി കൂട്ടാം. 1400 പ്ലസ് 40 പ്ലസ് 140 പ്ലസ് 4 കൂട്ടുമ്പോൾ 4 4 4 8 4 1 5 1 1584 എന്ന് കിട്ടി. 1584 നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? നമുക്കൊന്ന് കൊടുത്താൽ 1440 40 144 അല്ലേ? 4 4 4 8 4 1 5 ഓക്കെ, 1584. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 83×35 എങ്ങനെ എഴുതാം? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 80+3 സ്പ്ലിറ്റ് ചെയ്യാം ഇൻറ്റു 30+5 അല്ലേ? 83 80+3 എന്ന് എഴുതി, 35ന് 30+5 എന്ന് എഴുതി. ഇനി 80 30 കൂടെ നമ്മൾ ഗുണിക്കും, ഈസ് ഈക്വൽ ടു എന്താണ്? 80 × 30 പ്ലസ് ഇടും. ഈ 80 കൊണ്ട് ഈ 5നെ ഗുണിക്കും. അപ്പോൾ 80 × 5 എഴുതി. ഇനി 3 കൊണ്ട് 30നെ ഗുണിക്കും, പ്ലസ് ഇട്ട് 3 × 30. പിന്നെ 3 കൊണ്ട് 5നെ ഗുണിക്കും, പ്ലസ് ഇടും 3 × 5. ഓക്കെ അല്ലേ? ഇത് 8 3 ഗുണിക്കുമ്പോൾ 8 3 കൂടെ ഗുണിക്കുക. 8 3 24 എഴുതുക. ഈ 1 1 2 0 ചേർക്കുക, പ്ലസ് ഇടുക. 8 × 5 40. ഈ ഒരു 0 ചേർക്കുക, 400. പിന്നെ 3 × 3 9. ഈ 0 ചേർക്കുക, 90 പ്ലസ് 3 × 5 15. കൂട്ടാമല്ലോ? ഇവിടെ ഞാൻ എഴുതി കൂട്ടാം. 2400 400 90 15 തമ്മിൽ കൂട്ടുക. 5 9 1 10 1 4 4 8 9 2. അതായത് 2000
905 നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? ഒരു 2 ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഇതൊരു മിക്സ്ഡ് ഫ്രാക്ഷനാണ്. 10 ഇൻറ്റു 22. ഇവ നമ്മൾ നേരത്തെ ചെയ്ത പോലെ 10 പ്ലസ് അര എന്ന് നമ്മൾ എഴുതി. അടുത്ത 22 നമ്മൾ എന്ത് ചെയ്തു? 22 പ്ലസ് അര. അരയെ മാത്രം നമ്മൾ സെപ്പറേറ്റ് ചെയ്തു. 10 പ്ലസ് അര ഇൻറ്റു 22 പ്ലസ് അര. നമ്മൾ നേരത്തെ പോലെ 10നെ 22 കൊണ്ട് ഗുണിക്കാം. 10 ഇൻറ്റു 22 പ്ലസ് ഈ 10 കൊണ്ട് ഈ അരയെ ഗുണിക്കാം. 10 ഇൻറ്റു അര പ്ലസ് ഇനി അര കൊണ്ട് 22നെ ഗുണിക്കാം. അര ഇൻറ്റു 22 പ്ലസ് ഇനി അര കൊണ്ട് ഈ അരയെ ഗുണിക്കാം. അര ഇൻറ്റു അര. ക്ലിയർ അല്ലേ? 10 ഇൻറ്റു 22 എന്താണ്? അത് 1 കൊണ്ട് 22നെ ഗുണിക്കാം. 22 ഈ ഒരു 0 ചേർക്കാം. 220 പ്ലസ് ഇവിടെ നമുക്ക് 2നെയും 10നെയും കൂടെ ഒന്ന് ചെറുതാക്കാമല്ലോ. 2ൽ 2 1 പ്രാവശ്യം, 10ൽ 2 5 പ്രാവശ്യം. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 5/2 എന്ന് എഴുതാം. പ്ലസ് ഇടാം. 22നെയും 2നെയും കൂടെ 2ൽ 2 1 പ്രാവശ്യം, 22ൽ 2 11 പ്രാവശ്യം. 11 മുകളിലും ഓക്കെ 11 ഉള്ളൂ അല്ലേ? പ്ലസ് 11 അത്രയും ഓക്കെ ആയി. സോറി, ഇവിടെ എത്ര ഉണ്ട്? 10/2. ഇവിടെ ഞാൻ വെട്ടി എഴുതിയാണ്. 10 ഇൻറ്റു 22 220. ഓക്കെ പ്ലസ് ഈ 10നെ 2 കൊണ്ട് വെട്ടിക്കഴിഞ്ഞാൽ 5 ഉള്ളൂ. 5/2 5 ഉള്ളൂ. ഇവിടെ അത് 11 പ്ലസ് 1 ഇൻറ്റു 1 1 2 ഇൻറ്റു 2 4 1/4 കിട്ടും. ഇത് തമ്മിൽ കൂട്ടുക. 220 5 225 226 236 എന്ന് കിട്ടി. 236. ഈ 3 സംഖ്യകൾ കൂട്ടുമ്പോൾ 236 കിട്ടും. ഈ 1/4 ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതിയാൽ മതി. അപ്പോൾ 236 നമ്മുടെ ആൻസർ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിലോട്ട് പോകാം. 8.5 ഇൻറ്റു 14 നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു? 8 പ്ലസ് അര എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ഇൻറ്റു 14 14 പ്ലസ് 4 എന്ന് സ്പ്ലിറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? ഇനി 8നെ 14 കൊണ്ട് ഗുണിക്കാം. 8 ഇൻറ്റു 14 പ്ലസ് പിന്നെ 8നെ 1/4 കൊണ്ട് ഗുണിക്കാം. 8 ഇൻറ്റു 1/4 പ്ലസ് 1/2 കൊണ്ട് 14നെ ഗുണിക്കാം. 1/2 ഇൻറ്റു 14 പ്ലസ് ഇനി 1/2 കൊണ്ട് 1/4നെ ഗുണിക്കാം. പ്ലസ് 1/2 ഇൻറ്റു 1/4. ക്ലിയർ അല്ലേ? വളരെ വേഗത്തിൽ നമ്മൾ ചെയ്തു പോവുകയാണ്. 8 ഇൻറ്റു 14 വേണമെന്ന് ഗുണിച്ച് നോക്കാം. 14നെ 8 കൊണ്ട് ഗുണിക്കാം. 8 4 32 3 8 1 8 3 11. അപ്പോൾ ഇത് 112 കിട്ടി. പ്ലസ് ഇത് 4ൻ്റെ ടേബിളിൽ ഒരു പ്രാവശ്യം 8ൽ 2 4. അപ്പോൾ 2 കിട്ടി. 2 എഴുതാം. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 2 കിട്ടും. പ്ലസ് 14ൻ്റെ 2ൻ്റെ കട്ട് ചെയ്യാൻ എത്ര 7. അപ്പോൾ പ്ലസ് 7 പ്ലസ് 1 ഇൻറ്റു 1 1 2 ഇൻറ്റു 4 ഗുണിക്കേണ്ട. 2 ഇൻറ്റു 4 8. ഇനി കൂട്ടുക. 112 2 114 114 7 121. 121 എഴുതാം. ഈ 1/8 ചേർത്ത് എഴുതാം. 121 1/8 നമ്മുടെ ആൻസർ. ഓക്കെ. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. ഓക്കെ.